അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആലപ്പുഴ, പാലക്കാട് ആലപ്പുഴ വാഗമൺ കുമളി ട്രിപ്പില് ഞാൻ യാത്ര തുടങ്ങുന്നതിന് മുന്നേ വൈശുവിനോട് പറഞ്ഞിരുന്നു വൈശുവിനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പൊ വൈശു ചോദിച്ച് മറ്റേ മലമുകളിൽ കൊണ്ടുപോയിട്ട് ജ്യോതിനെ കാണിക്കുന്ന മറ്റേ കിലുക്കത്തിലെ ഡയലോഗൊക്കെയാണ്. അപ്പം എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഞാൻ ഇതുവരെ വൈശുവിനോട് പറഞ്ഞിട്ടില്ല. വൈശു ഓരോ ദിവസം ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇവിടെയാണോ സർപ്രൈസ് എന്ന് ചോദിക്കും, ഞാൻ പറയും അല്ലാന്ന്. പിന്നെയും മുന്നോട്ടേക്ക് പോകും, ഇവിടെയാണോ സർപ്രൈസ് എന്ന് ചോദിക്കും, ഞാൻ പറയും അല്ലാന്ന്. അപ്പം എന്താണ് സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾക്കും ചെറിയൊരു ആകാംക്ഷ ഉണ്ടായി കാണും. വൈശുവിനാണെങ്കിൽ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ആകാംക്ഷയാണ്. 4-5 ദിവസമായിട്ടൊന്നല്ല, ഒരു മാസമായിട്ട്. അപ്പൊ എവിടെയാണ്, എന്താണ് സർപ്രൈസ്, എപ്പോഴാണെന്ന് അറിയില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും മേക്കപ്പ് ഇടുന്നു, ഇവിടുന്നാണോ വരുന്നതെന്ന് അറിയില്ല. അപ്പം ഈ പോകുന്നത് വൈശുവിനുള്ള സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെയായിട്ട് ഞാൻ വൈശുവിനോട് പറഞ്ഞിട്ടില്ല. മൊട്ടക്കുന്ന് എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വാഗ ഹിൽസ് റിസോർട്ടിൽ നിന്ന് നേരെ വാഗമണ്ണിലേക്കാണ് പോകുന്നത്. എന്താണ് സർപ്രൈസ് എന്നുള്ളത് നമുക്ക് അവിടെ. ഇവിടുന്ന് ഇടത്തോട്ടാണ് നമ്മുടെ മൊട്ടക്കുന്ന്, വാഗമൺ മെഡോസ്. നോ പാർക്കിംഗ്, വാഗമൺ മെഡോസ് വേണ്ട ചേട്ടാ. ക്ലൈമറ്റ് ഒക്കെ നമുക്ക് അനുകൂലമാണ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇത് ശരിക്കും മഴയുടെ സീസൺ ആണ്, എങ്കിൽ പോലും മഴ വരെ നമുക്ക് വേണ്ടി മാറി നിൽക്കുകയാണ് സർപ്രൈസിന് വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, വൈശു വിചാരിച്ചിരിക്കുന്നത് എൻ്റെ സർപ്രൈസ് ഇവിടെ എന്നാണ്. പക്ഷേ ഇവിടെയല്ല, ദേ മെഡോസ്. ഇവിടെ എൻട്രൻസ് ഉണ്ട്, പക്ഷേ ഈ മൊട്ടക്കുന്നുകൾ കാണിക്കുന്നതല്ല നമ്മുടെ സർപ്രൈസ്. പക്ഷെ വീണ്ടും ഞെട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ചേട്ടൻ എന്താണ് കാണിക്കുന്നത്? നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ, എന്താണ് വൈശുവിന് ഗസ് ചെയ്യാൻ പറ്റുന്നത്? നിന്റെ ഗസ് ഒക്കെ നോക്കട്ടെ, പ്രേക്ഷകര് നോക്കുന്നുണ്ട്. വൈശുവിന് അത്രയും ഗസ്സിങ് കപ്പാസിറ്റി ഉണ്ടോ? നല്ല ഗസ്സിങ് കപ്പാസിറ്റിയാ. വരുന്ന വഴിക്ക് ഞാനൊരു അഡ്വഞ്ചർ പാർക്കിന്റെ ഒരു ഇത് കണ്ടു. അപ്പൊ ഞാൻ ഓൾറെഡി ചോദിച്ചായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ആണോന്ന്. അപ്പൊ ഒന്നര ഗ്ലാസ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ എന്തോ അഡ്വഞ്ചർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ പിന്നെ മറ്റേ റോപ്പില്ലേ, അതിലേതോ ഒന്നാ. ഏതെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാ വൈശു. അങ്ങനെ ഒരുപാടെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം. നിങ്ങളായോണ്ട് എന്നെ വെറുതെ നടത്താൻ ഇതുണ്ടാവൂല. മിക്കവാറും എന്നെ വല്ല വലിഞ്ഞു കയറാനോ ഓടിക്കാനോ ഒക്കെ നിങ്ങൾ നോക്കുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. അവിടെ തന്നെ ചെന്നിട്ട് കാണാം. ഇനിയിപ്പോ ഞാനായിട്ട് പറയുന്നില്ല. ഓക്കെ. ദൈവമേ, ഫുള്ള് മഞ്ഞ്, കോട കയറി തന്നെ. ഇപ്പൊ കോട കയറേ കൊറേ ദൂരം ഉണ്ടോ ഇതിനുള്ളിലേക്ക്? കുറച്ച്. കാര്യം പറ, ഞാൻ വല്ല ഐഡിയ പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ കാര്യം പറ. സർപ്രൈസ് ഇല്ല, പറയൂല വിഷു, പറയൂല. അല്ല, വല്ല കുന്നിന്റെ മേലെ തന്നെ തള്ളി താഴിടാനാണോ? മഴക്കാറ് കണ്ടാൽ ആരൊക്കെയോ ദൂരെ അതിലെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ കോടമഞ്ഞിലും നമ്മളവരെ കണ്ടുപിടിച്ചു. നല്ല അടിപൊളി, നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റ്. ഫാമിലീസ്, കപ്പിൾസ് എല്ലാവർക്കും വരാൻ പറ്റിയൊരു ക്ലൈമറ്റും കൂടിയാണ് കേട്ടോ. ഇപ്പം മഴയില്ലാത്ത സമയം നോക്കി വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാം. പാരാഗ്ലൈഡിംഗ് എനിക്കുള്ള സർപ്രൈസ് കണ്ടുപിടിച്ചിരിക്കുന്നു. പാരാഗ്ലൈഡിംഗ്. വൈശുവിനെ എവിടെ എത്തിയപ്പോഴാണ് ആരെയൊക്കെ കണ്ടു, എന്തോ ഒരു ലക്ഷണം കണ്ടു. അവരുടെ കയ്യിൽ എന്തോ സാധനം കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. കൊള്ളാം. അപ്പം ഇന്നത്തെ വൈശുവിന് കൊടുക്കുന്ന സർപ്രൈസ് ഇതാണ്. നമ്മളെവിടെ എത്തിയപ്പോ തന്നെ വൈശു അത് കണ്ടു. ഇനി അത് മൂടി വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ ഒരിക്കൽ ചെയ്തപ്പം എന്നോട് ഇടയ്ക്കിടയ്ക്ക് വൈശു പറയുമായിരുന്നു, ചേട്ടാ എനിക്കും ചെയ്യണം ചേട്ടാ, നമുക്ക് എപ്പോഴാ ചെയ്യാൻ പറ്റുക. പക്ഷേ ഞാനത് ഓർത്ത് വെച്ചിരുന്നു, ഒരിക്കൽ വൈശുവിനെ ഇവിടെ കൊണ്ടുവരണം. പാരാഗ്ലൈഡിങ് ഞങ്ങൾ ഒന്നിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡ് ഉണ്ടാവും നമ്മുടെ ഒപ്പം. അപ്പൊ രണ്ടുപേർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, എങ്കിലും ഒരേ സമയത്തായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ കൊടുക്കുന്ന സർപ്രൈസ്, പാരാഗ്ലൈഡിംഗ്. കണ്ടോ, എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായില്ലേ വൈശു? നമ്മളിപ്പോ എങ്ങോട്ടാ നടക്കുന്നത്? നമ്മൾ
പാരാഗ്ലൈഡ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ പാരാഗ്ലൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. സർപ്രൈസ് എങ്ങനെയായാലും ഞാൻ കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് തൊട്ട് മുന്നിൽ കൊണ്ടുവന്നിട്ട് സർപ്രൈസ് എന്താന്ന് പറയുമ്പോ അല്ലെ ഗൈസ്, അത് ശരിയല്ലേ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു കോട ഞങ്ങൾ വരുന്ന വഴിക്കുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അതങ്ങ് മാറി. ഞാൻ വിചാരിച്ചു ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലേ, മേഘങ്ങളെ തട്ടി വകഞ്ഞ് മാറ്റിയിട്ട് പോകണോ എന്ന്. അതെ, റൈഡേഴ്സ് എല്ലാം അവിടെ റെഡിയാണെന്ന് തോന്നുന്നു. അതും കൂടി കാണിച്ചു തരാം. ഇത് ഇവിടെയാണ് പാരാഗ്ലൈഡ് ചെയ്യുന്നതിൻ്റെ സ്പോട്ട് വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്നത്തെ തുടക്കം ഞാനും വൈശ്വാന്ന് തോന്നുന്നു. എങ്ങനെയായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഗൈസ്, പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ഫോഗുണ്ട്. അതെല്ലാം ഒന്ന് പോയിട്ടേ നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ആകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ഇത് ഇരിക്കാനായിട്ട് ഗ്ലൈഡ് ചെയ്യുന്ന എങ്ങനെയാണോ അതേ പൊസിഷനിലാണ് ഇരുന്ന് നമുക്ക് ഒരു ട്രയൽ നോക്കാം. ഈ ഒരു സെറ്റപ്പിലാണ് പോവുക. എങ്ങനെയുണ്ട് വൈശു ഇരുന്നിട്ട്? സൂപ്പറാ. ഇനി ബാക്കി ഗ്ലൈഡ് ചെയ്തിട്ടല്ലേ, പറന്ന്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവിധ ആക്ടിവിറ്റീസും ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന വാഗമണിൽ നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണ്. അതേപോലെ റോപ്പിംഗ് സംവിധാനം എല്ലാം ഇവിടെയുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ്, ഇതെല്ലാം ഈ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. മറ്റ് ഫീസും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. ഈ പാർക്കിന്റെ ഏറ്റവും മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. ഇവിടെ കയറുന്നതിന് പെർ പേഴ്സണ് 250 രൂപയാണ്. റോപ്പിലൂടെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പാർക്കിൽ കണ്ടു. അതിൽ ചുരുക്കം ചിലതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ 2-3 എണ്ണമാണ്. നമ്മൾക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഗൈസ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൈ സൈക്ലിംഗ് ആണ്. ഇതൊരു ലേഡിയാണ് ചെയ്യുന്നത്. ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കോടയാണ്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ സൈക്ലിംഗ് കിട്ടി. നല്ല രസമുണ്ട് കേട്ടോ, ഭംഗിയുണ്ട്. കോടമഞ്ഞ് മാറിക്കിട്ടാനായിട്ട് ഒരുപാട് നേരം കാത്തിരുന്നെങ്കിലും മാറാത്തത് കൊണ്ട്, ബോറടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം കൂടി കളിക്കുമ്പോൾ കണ്ട ഒരു രസകരമായൊരു കാഴ്ചയാണ് ഫ്ലൈയിങ് ഡിസ്ക്. ഈ ഡിസ്കിന് ഫ്രിസ്ബി എന്നും പറയും. ഫ്രണ്ട്സ്, ഇത് വൈശുവിൻ്റെ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ പലതും പറഞ്ഞ് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ നല്ല ഫോഗാണ്. ഞങ്ങൾ രാവിലെ 10:15 വന്നതാണ്. ഇപ്പോൾ സമയം 1:10. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മൊത്തം കോട, മഴയൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് കോട വരിക. ഞങ്ങൾ വൈകുന്നേരം വരെ ആയാലും മഴ പെയ്യാതിരുന്നാൽ, കോട മാറിയാൽ ഫ്ലൈ ചെയ്യും. ഫ്ലൈ ചെയ്തിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത്. കുറേ പേര് വന്നു ഫ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ അവരധികം നേരം വെയിറ്റ് ചെയ്തില്ല. ചിലവർ 1 മണിക്കൂറൊക്കെ നിന്നു. മാറാത്തതുകൊണ്ട്, കോട മാറാത്തതുകൊണ്ട് അവർ തിരിച്ചുപോയി. എന്താ വൈശു, എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീല്? കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞെന്ന് വിചാരിച്ചാ? കിട്ടാതെ ഞാൻ ഇവിടുന്ന് വരത്തില്ല തിരിച്ച്. അപ്പൊ നേരം പോക്കിനായിട്ട് ഒരു ചായ കുടിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല, ഫുള്ള് വൈറ്റിഷ്. ഇവിടെ വന്നിട്ട് അങ്ങനെ കുറെ സമയത്തിന് ശേഷം സൂര്യനെ കണ്ടു. അപ്പം നമ്മുടെ സർപ്രൈസിലേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. അതെ അതെ, വീണ്ടും ഫോഗ് വരുന്നുണ്ട്. ഇത് വരുന്നു പോകുന്നു. ദേ ഉയർത്തി ട്രയലൊക്കെ നോക്കുന്നതാണ്. വൈശു, ടാറ്റയൊക്കെ തന്നേ. ബൈ ബൈ. അതെ, അപ്പോൾ ഇതേ ഫ്രണ്ട്സ്, നമ്മൾ സർപ്രൈസ് കൊടുക്കുന്ന ഫോഗൊക്കെ കുറച്ച് മാറി. പിന്നെ ടൈം കളയുന്നില്ല. വൈശു ഇതേ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. വൈശുവിൻ്റെ ടോക്കണാണ്. അത് എത്രയാണ്? 9. പക്ഷെ നമ്മൾ ഇപ്പം തന്നെ ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ടോക്കൺ 1. അപ്പോൾ ഇതേ ഗൈസ്, വൈശു റെഡിയാകുകയാണ്. ബാഗ് ഇടുന്നു. ഓക്കെ, വൈശു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആ ക്ലിപ്പിലൊന്നും തൊടരുതെന്ന് കേട്ടോ, അത് സേഫ്റ്റിയാണ്. ഓക്കെ,
ഗൈസ് ഇത് വൈശു ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. എന്തൊക്കെയോ പിച്ചുമ്പോഴേക്ക് പറയുന്നുണ്ട്, പേടിച്ചിട്ടാണോ എന്നറിയില്ല. സെൽഫി സ്റ്റിക്കൊക്കെ പൊക്കിയിട്ട് ഗൈസ് ഇത് ഞാൻ പോകുന്നു, പറക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചെല്ലി 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 ചെല്ലി. ഓക്കെ, അതുകൊണ്ട് നടക്കാൻ കുറച്ച് കോമഡി അല്ലേ. ചെല്ലി ചെല്ലു, ഒപ്പം ചെല്ലു, അവരുടെ ഒപ്പം ചെല്ലു. ഗൈസ് ഇത് 2 ടീമാണ് ഒന്നിച്ച് ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു 2 പേരും ഒന്നിച്ച് തന്നെ ലാൻഡ് ചെയ്യാൻ വരുന്നത്. ഇത് നല്ലൊരു രസമുള്ള കാഴ്ച കേട്ടോ. 2 പേരും ഒരേപോലെ ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നു നമുക്കടുത്തേക്ക്. ഇവർ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് വൈശു ഇത് ഫ്ലൈ ചെയ്യാൻ പോവുക. അവിടെ ലാൻഡ് ചെയ്തു, ഇവിടെയും ലാൻഡ് ചെയ്തു. ഇതേ വൈശു ഇതേ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട്. വൈശു എൻജോയ് യുവർ ഫ്ലൈയിങ്. ഗായ്സ് ഇതേ വൈശു പറന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ഭയങ്കര ഉയരത്തിലുള്ളത് വലിയൊരു കൊക്കാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാമോ എന്ന് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ. റോബിൻ ചേട്ടൻ പറഞ്ഞ സർപ്രൈസ് ഇത്രയൊക്കെ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതേ വൈശു ആണ് എൻജോയ് ചെയ്ത് ടാറ്റയൊക്കെ കാണിച്ചു വരുന്നത്. ടാറ്റ ടാറ്റ. ദീ പോകുന്ന വൈശു ആണ് കേട്ടോ. പറക്കുന്നതിനിടെ ഞാൻ ഒരുപാട് സന്തോഷമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാറ്റിൻ്റെ ശബ്ദം കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഈ മൊട്ടക്കുന്നിൽ എത്തുന്നിടം വരെ സർപ്രൈസ് ചെയ്തായിരുന്നെന്ന് എനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല. കാരണം എന്നോട് കുറേ നാളുകളായിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എത്തിയപ്പോൾ സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തരാനായിട്ട് കയ്യിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു സർപ്രൈസായിട്ട് ഇത്ര പെട്ടെന്ന് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഫ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ താഴെ കൂടെ മുകളിൽ കൂടെ ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതെനിക്കൊരു പുതുമയുള്ള കാഴ്ചയാണ്. നമ്മൾ പറക്കുന്നതിനോടൊപ്പം ഒരുപാട് പേര് നമ്മളോടൊപ്പം പറക്കുന്നത് കാണാൻ അത് വേറൊരു രസമുള്ള കാഴ്ചയാണ്. നിങ്ങൾ എന്തായാലും ബാക്കി വിഷ്വൽസിലൂടെ കണ്ടറിയൂ. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഇനി ഇവിടെ വെറുപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. വൈശു താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുറകെ ഞാൻ പോവുകയാണ് കേട്ടോ. ചന്തു ബ്രോയുടെ കൂടെയാണ് കേട്ടോ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. പറ്റിയാൽ മാക്സിമം ഉയരത്തിൽ പറന്ന് കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതെ അതെ, ഇത് നമ്മളൊരു സൂയിസൈഡ് പോയിന്റിന് മുകളിലൂടെയാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അധികമൊന്നും താഴത്തെ വ്യൂ ഒന്നും നമുക്ക് കിട്ടില്ല. എങ്കിലും മാക്സിമം കിട്ടുന്ന രീതിയിൽ എടുത്ത് കാണിക്കാം. ഇത് നമുക്ക് താഴെയിലൂടെ ഒരു പാരച്ചൂട്ട്, ചുവന്ന ഒരു പാരച്ചൂട്ട് പോകുന്നത് കാണാം. അവർക്ക് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്യുന്നത്.
ഇത് നമ്മുടെ ലാൻഡിംഗ് പോയിന്റിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഇത് താഴെ ഒരു പാരച്യൂട്ട് ടീം ഇത് ഫ്ലൈ ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്തതാണത്. ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അതായത് ഗ്ലാസ് ബ്രിഡ്ജ്, മറ്റ് റോപ്പ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് നമുക്ക് മുന്നിൽ കാണുന്നതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടുത്തെ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പണി നടക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. ഇത് നമുക്ക് അതിൻ്റെ മുകളിലൂടെ പോയിട്ട് കാണുന്ന കാഴ്ചയാണിത്. നമ്മളിങ്ങനെ മുകളിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പേര് താഴെ നിന്ന് ടാറ്റയൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇത് തിരിച്ചു വരുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണിത്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, 2018 ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഐബിൻ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് ഫ്ലൈ ചെയ്തപ്പോൾ വൈശു അന്ന് പറഞ്ഞിരുന്നു, ചേട്ടാ എനിക്കും അവിടെ പോയി ഒന്ന് ഫ്ലൈ ചെയ്യണം. ആ ആഗ്രഹമാണ് ഇന്നിവിടെ സാധിച്ചത്. ഇത് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഈ കോടമഞ്ഞിലും ഇത് ഒരു പാരച്യൂട്ട് നമ്മുടെ താഴെയിലൂടെ പോകുന്നത് കാണാം. അതേപോലെ തന്നെ വലതുവശത്ത് സൂയിസൈഡ് പോയിന്റ്, ഇടതുവശത്ത് തടാകം. ഇതാണ് തടാകം. അതിന് മുന്നിൽ ഇതേ കാലികളൊക്കെ മേയുന്നത് കാണാം നമുക്ക്. അതിങ്ങനെ പറന്ന് നടന്ന് കാണാൻ പറ്റുന്നത് നല്ലൊരു രസകരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. നമ്മളിവിടുന്ന് ഇത് നേരെ മുന്നോട്ടേക്ക് പോകുന്നത് ഇതേ ഒരു കൊക്കയിലൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാലാണ് ഈ കാണുന്നത്. അതും ഇങ്ങനെ പറന്ന് നടന്ന് നമുക്ക് ഈ 2 മലയിടുക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓക്കെ, അല്ലേ നല്ല സേഫ് ലാൻഡിങ്ങും കിട്ടി, നല്ല ഗ്ലൈഡിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ചന്തു. ഓക്കെ, ഇതേ മലമുകളിൽ നിന്നും പാരച്യൂട്ടിൽ പറന്നുപോയ വൈശു താഴ്വരയിലാണ് പോയി ലാൻഡ് ചെയ്തത്. ആ പോയ വൈശു ഇതേ തിരിച്ചു വരുന്നത് ഒരു ജീപ്പിലാണ്. ഇത് കാണുമ്പോൾ എനിക്ക് മായാവിയിൽ സുരാജ് ചെയ്ത ഒരു കോമഡി സീനാണ് ഓർമ്മ വരുന്നത്. ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാൻ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങ് വരേണ്ടി വന്ന്. വൈശു എങ്ങനെ ഉണ്ടായിരുന്നു ഗ്ലൈഡ് ചെയ്ത് പോയിട്ട്? ആ വൈശു 10 മിനിറ്റ് ഒന്നും പറഞ്ഞ് ഗ്ലൈഡ് ചെയ്തിട്ട് ഒരു 12 കിലോമീറ്റർ ഓഫ് റോഡ് ഫുള്ള് ജീപ്പിൽ. പൊളിയല്ലായിരുന്നോ? അതിന്റെ പൈസ പോലും അവർ ചാർജ് ചെയ്തില്ല.